Hi students, welcome to the lecture. Today we will be dealing with economic rent. So it's a little bit easier topic I believe. And without much delay, let's move on. Definition of economic rent. In economics, rent refers to producer's surplus. അതായത് ഇക്കണോമിക്സിൽ റെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് പ്രൊഡ്യൂസറിൻ്റെ സർപ്ലസിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പ്രൊഡ്യൂസർ സർപ്ലസ് ആണ് റെൻ്റ് എന്നാണ് ഇക്കണോമിക്സിൽ പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കോൺട്രാക്ട് ഓർ കൊമേഴ്ഷ്യൽ റെൻറ്റ് വിച്ച് റെഫേഴ്സ് ടു ദ പ്രൈസ് പെയ്ഡ് ടു ഹയർ സംതിങ്. അതായത് റെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊഡ്യൂസറിൻ്റെ സർപ്ലസ് ആണ്. അത് കൊമേഴ്ഷ്യൽ റെൻറ്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് റെൻറ്റിൽ നിന്നൊക്കെ വളരെയധികം ഡിഫറെൻ്റ് ആണ്. ഈ കൊമേഴ്ഷ്യൽ റെൻറ്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് റെൻറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഹയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുമ്പോഴൊക്കെ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനെയാണ്. ഇപ്പോൾ ഒരു പീസ് ഓഫ് ലാൻഡ് ആയിരിക്കാം, മെഷീൻ ആയിരിക്കാം. അപ്പോൾ അതിനൊക്കെ ഹയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ കോൺട്രാക്ട് റെൻറ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എക്കണോമിക് റെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊഡ്യൂസറിൻ്റെ സർപ്ലസ് ആണ്. While explaining the concept of the source of economic rent, modern economists have drawn a distinction between transfer earnings and economic rent. അതായത് നമ്മൾ ഈ എക്കണോമിക് റെൻറ്റിൻ്റെ കോൺസെപ്റ്റ് അതിൻ്റെ സോഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എക്കണോമിസ്റ്റുകൾ ട്രാൻസ്ഫർ ഏണിങ്ങും ഇക്കണോമിക് റെൻറ്റും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനും കാണിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ ഏണിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മിനിമം സപ്ലൈ പ്രൈസ് ഓഫ് എ റിസോഴ്സ്, ഒരു റിസോഴ്സിൻ്റെ മിനിമം സപ്ലൈ പ്രൈസിനെയാണ് ട്രാൻസ്ഫർ ഏർണിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മിനിമം സപ്ലൈ പ്രൈസിനെയാണ് എന്തെന്ന് പറയുക, ട്രാൻസ്ഫർ ഏർണിങ്സ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ മിനിമം സം ദാറ്റ് ഹാസ് ടു ബി പെയ്ഡ് to the source in order to prevent it from transferring its service to another sector or activity. അതായത് ഒരു കുറച്ച് എമൗണ്ട് ഓഫ് മണി ഒരു പെർട്ടിക്കുലർ സോഴ്സിന് നമ്മൾ പേ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം ട്രാൻസ്ഫറിങ് ഇറ്റ്സ് ദാറ്റ് സർവീസ് ടു അനദർ സെക്ടർ. മറ്റൊരു സെക്ടറിലേക്ക് അതിൻ്റെ സർവീസ് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മിനിമം എമൗണ്ട് ഓഫ് മണി നമ്മൾ പേ ചെയ്യും. അതിനെയാണ് ട്രാൻസ്ഫർ ഏർണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ദ എമൗണ്ട് ദാറ്റ് എ ഫാക്ടർ മസ്റ്റ് ഏൺ ഇൻ ഇറ്റ്സ് പ്രസൻറ്റ് യൂസ് ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം മൂവിങ് ടു അനദർ യൂസ്. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ ഒരു ഫാക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളത് കൊടുക്കുകയാണ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം മൂവിങ് ടു അനദർ സർവീസ് ഓർ സെക്ടേഴ്സ്. സംടൈംസ് ഇറ്റ് ഈസ് കോൾഡ് എൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് റിസോഴ്സസ്. നമുക്ക് ട്രാൻസ്ഫർ ഏർണിങ്സിന് വേണമെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നും പറയാനായിട്ട് സാധിക്കും. ആൻഡ് എക്സസ് ഓഫ് ആക്ച്വൽ റിട്ടേൺ ഓവർ ദിസ് എമൗണ്ട് ഈസ് ട്രീറ്റഡ് എസ് സർപ്ലസ് ഇൻകം ഓർ ഇക്കണോമിക് റെൻറ്റ്. അതായത് ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഒരു എക്സസ് ആക്ച്വൽ റിട്ടേണിനേക്കാളും എക്സസ് കിട്ടുന്നുണ്ടാവും. ആ എമൗണ്ടിനെയാണ് നമ്മൾ ഇക്കണോമിക് റെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ സർപ്ലസ് എന്നൊക്കെ പറയുന്നത്. ദസ് ഇൻ മോഡേൺ ടെർമിനോളജി ട്രാൻസ്ഫർ ഇൻകം ഈസ് നെസസറി ഇൻകം ആൻഡ് ഇക്കണോമിക് റെൻറ്റ് ഈസ് ദ സർപ്ലസ് ഇൻകം. ട്രാൻസ്ഫർ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നെസസറി ഇൻകം ആണ്. ആ നെസസറി ഇൻകത്തിൻ്റെ അകത്തുണ്ടാക്കുന്ന സർപ്ലസ് ആണ് ഇക്കണോമിക് റെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ കോമ്പോസിഷൻ ഓഫ് ദ ടു ഇൻ ടോട്ടൽ ഇൻ ഫാക്ടർ ഇൻകം എഫക്ട്സ് ദ മൊബിലിറ്റി ആൻഡ് ലൊക്കേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് ഈ ട്രാൻസ്ഫർ ഏർണിങ്സും അതേപോലെ തന്നെ ട്രാൻസ്ഫർ ഇൻകം ഇക്കണോമിക് റെൻറ്റിൻ്റെയും കൾമിനേഷൻ ആണ് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കുന്നത്, ഇൻ ഓർഡർ ഫോർ ലൊക്കേഷൻ ഓഫ് ദ ഫാക്ടേഴ്സ് ഓർ ദ മൊബിലിറ്റി ഓഫ് ദാറ്റ് റിസോഴ്സസ്. ഓക്കെ, സോ എന്താണ് ഇക്കണോമിക് റെൻറ്റ് എന്ന് പറയുന്നത്? It is a surplus, or that is producer surplus, or it is the excess earned from the transfer income. Okay, like rent, profit in economics is also treated as surplus income. Rent പോലെ തന്നെ പ്രോഫിറ്റും സർപ്ലസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് സർപ്ലസ് ഓവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ട്രാൻസ്ഫർ ഏർണിങ്സിനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന സർപ്ലസിനെയാണ് നമുക്ക് പ്രോഫിറ്റ് എന്നും പറയാൻ പറ്റുന്നത്. പ്രോഫിറ്റ് ഹവർ അക്രൂസ് to the fourth factor, that is organization and entrepreneurship, but rent according to the modern theory occurs to any factor the supply of which is not elastic. അതായത് റെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മോഡേൺ തിയറിയിൽ ഇറ്റ് വിൽ ബി അക്രൂഡ് ടു ദ ഫാക്ടർ ദാറ്റ് സപ്ലൈ ഈസ് നോട്ട് എലാസ്റ്റിക്. എലാസ്റ്റിക് അല്ലാത്ത ഏത് ഫാക്ടറാണോ ആ ഫാക്ടറിൻ്റെ സപ്ലൈനെ ആ ഒരു
ഏത് ഫാക്ടറിൻ്റെ സപ്ലൈ ആണ് ഇൻഎലാസ്റ്റിക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നോട്ട് എലാസ്റ്റിക് ആയിട്ടുള്ളത് അതിൻ്റെ ആയിട്ട് അക്രൂ ചെയ്തു പോകുന്നതാണ് റെൻ്റ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് വാട്ട് ഈസ് ഇക്കണോമിക് റെൻറ്റ്. ദെൻ ദ ഡിവിഷൻ ഓഫ് ടോട്ടൽ ഫാക്ടർ ഇൻകം. മോഡേൺ തിയറി അനുസരിച്ച് ദ ആക്ച്വൽ ഏർണിംഗ് ഓഫ് ഫാക്ടർ, ഒരു പെർട്ടിക്കുലർ ഫാക്ടറിൻ്റെ ആക്ച്വൽ ഏർണിങ്ങിൻ്റെ അകത്ത് ട്രാൻസ്ഫർ ഏർണിങ്സും ഉണ്ടായിരിക്കും, ഇക്കണോമിക് റെൻറ്റും ഉണ്ടായിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക് റെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ഏൺ ആൻഡ് ദ എക്സ്പെക്റ്റഡ് ഏർണിംഗ്. അതായത് എക്കണോമിക് റെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫർ ഏർണിങ്ങിൻ്റെയും അതേപോലെ തന്നെ ആക്ച്വൽ ഏർണിങ്ങിൻ്റെയും ഡിഫറൻസ് ആണ്. സോ ആക്ച്വൽ ഏർണിംഗ് എക്സ്പെക്റ്റഡ് ഏർണിങ്ങിനേക്കാളും കൂടുതലാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ഒരു പ്രോഫിറ്റ് ആയിരിക്കും, അതൊരു സർപ്ലസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഹവർ ദ ഡിവിഷൻ ഓഫ് ടോട്ടൽ ഫാക്ടർ ഇൻകം ബിറ്റ്വീൻ ട്രാൻസ്ഫർ ഇൻകം ആൻഡ് ഇക്കണോമിക് റെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദ സപ്ലൈ കർവ് ഓഫ് ദ റിസോഴ്സ്. സോ ഈ ഒരു ഡിവിഷൻ, അതായത് ടോട്ടൽ ഇൻകത്തിന് ട്രാൻസ്ഫർ ഇൻകം എന്നും ഇക്കണോമിക് റെൻറ്റ് എന്നും പറഞ്ഞ് തിരിക്കുന്നുണ്ടല്ലോ. സോ വാട്ട് ഹാപ്പൻ ഈസ്, ഈ ഒരു കാര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ പെർട്ടിക്കുലർ റിസോഴ്സിൻ്റെ സപ്ലൈ കർവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ദാറ്റ് ഈസ് ഓൺ ദ എലാസ്റ്റിസിറ്റി ഓഫ് ദ സപ്ലൈ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ റിസോഴ്സ്. 3 possibilities are shown in the figure 8. Here D is the market demand of the resource. നമ്മൾ നെക്സ്റ്റ് ഇതിൽ ഡയഗ്രാമാണ്. ഇതിൽ ഡി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഡിമാൻഡ് ആണ് കാണിക്കുന്നത്. ഈ ഒരു കേസിൽ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഡി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഡിമാൻഡ് കർവ്. ആൻഡ് ഇതിൽ S1, S2, S3 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഡിഫറെൻറ്റ് സപ്ലൈ കർവ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഈ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ് ഇതിൽ ഡിമാൻഡും സപ്ലൈയും കൂടി മീറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണല്ലോ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അത് നമ്മൾ വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. Market price of the resource is rupees 500 per unit and the quantity hired is 3000 units. The total payment to the factor is 500 into 3000, that is 15 lakhs as represented by the area OAEC. So ഇതിൽ OAEC ഈ ഒരു ഏരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 3500 രൂപ ഉപയോഗിച്ച് 3000 യൂണിറ്റ്സ് ഹയർ ചെയ്യാണ്. അതായത് ഈച്ച് യൂണിറ്റിന് 500 രൂപ വെച്ച് 3000 ക്വാണ്ടിറ്റിക്ക് 15 ലക്ഷം. സോ ആ ഒരു ഏരിയയാണ് ഈ OAEC എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ, ഈ ഒരു റെക്റ്റാങ്കുലർ ഏരിയയിൽ കാണിക്കുന്നത്. ദെൻ ഇനി നമ്മൾ 3 കേസസ് കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ട്രാൻസ്ഫർ കോസ്റ്റ് ഇല്ല, രണ്ടാമത്തെ കേസിൽ ഇക്കണോമിക് റെൻ്റ് ഇല്ല, മൂന്നാമത്തെ കേസിൽ ബോത്ത് ട്രാൻസ്ഫർ കോസ്റ്റും ഇക്കണോമിക് റെൻറ്റും ഉള്ള കേസും കൂടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫർ കോസ്റ്റ് ഇല്ലാത്ത കേസാണ്. വെൻ ദ സപ്ലൈ കർവ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഎലാസ്റ്റിക് ആയിട്ടുള്ള ഒരു കേസാണ് വരുന്നത് എങ്കിൽ ട്രാൻസ്ഫർ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആയിരിക്കും. കംപ്ലീറ്റ്ലി ഇൻഎലാസ്റ്റിക് ആയിട്ടുള്ള ഒരു കേസാണ് വരുന്നത്. അതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് S1 ആണ്. ഈ ഒരു കേസാണ്, ഈ ഒരു കേസാണ് S1 എന്ന് പറഞ്ഞിരിക്കുന്ന കേസാണ് വരുന്നത്. അതായത് ഇത് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും സപ്ലൈ ഇൻഎലാസ്റ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. സോ അവിടെ ട്രാൻസ്ഫർ കോസ്റ്റ് ഇല്ല. ഓക്കെ, and because of the unchanged quantity is offered at all prices, അതായത് എല്ലാ പ്രൈസിലും സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് പോകുന്നത്. സോ അവിടെ ഒരു ചേഞ്ച് ഇല്ല, ഇൻഎലാസ്റ്റിക് ആണ്. ആൻഡ് സോ ദ എൻറ്റയർ റിട്ടേൺ ഓഫ് ദ ഫാക്ടർ ഈസ് എക്കണോമിക് റെൻറ്റ് ഓർ സർപ്ലസ്. സോ എന്താ പറയുക, എന്തോരം റിട്ടേൺ കിട്ടുന്നോ അതൊക്കെ ഇക്കണോമിക് റെൻറ്റ് അതല്ലെങ്കിൽ സർപ്ലസ് ആണ്. ദിസ് ഈസ് സോ ബിക്കോസ് എ fall in the price of the resource would not cause the supply of the resource to fall. അതായത് ഈ ഒരു കേസിൽ, ഫസ്റ്റ് കേസിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് there is no fall in the price of the resources. അതായത് even though there is because a fall in the price of the resource would not cause the supply of the resource to fall. ഏതെങ്കിലും ഒരു പ്രൈസിന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും സപ്ലൈക്ക് ഒരു ചേഞ്ചും വരുന്നില്ല, കാരണം അവിടെ കോൺസ്റ്റൻറ്റ് സപ്ലൈ ആണ്. എത്ര രൂപയ്ക്കും സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, then in other words a decrease in the price would not induce any unit of factor to move to any other sector.
അതായത് ഇനി ഇൻ കേസ് പ്രൈസ് കുറയുവാണ് എങ്കിൽ പോലും അതിനകത്തുള്ള ഒരു ഫാക്ടറും മറ്റൊരു സെക്ടറിലോട്ടേക്ക് മൂവ് ചെയ്യുന്നില്ല. ബിക്കോസ് അവിടെ എല്ലായ്പ്പോഴും ഇക്കണോമിക് റെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് സർപ്ലസ് ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഫോർ ഈച്ച് പ്രൈസസ്, ബിക്കോസ് ദ ക്വാണ്ടിറ്റി സോൾഡ് ഈസ് ദ സെയിം ഫോർ എവറി പ്രൈസ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് നോ ഇക്കണോമിക് റെൻറ്റ് ആണ്. വെൻ ദ സപ്ലൈ കർവ് ഈസ് കംപ്ലീറ്റ്ലി എലാസ്റ്റിക്, a horizontal straight line like S2, the minimum supply price of the resource is 500 per unit. സോ രണ്ടാമത്തെ കേസിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സപ്ലൈ കർവ് വന്നിട്ട് S2 ആണ്. സപ്ലൈ കർവ് S2 ആണ് വരുന്നത്. സോ ഇവിടെ എന്താണ്, 500 രൂപയ്ക്കാണ് ആ ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് അതിന് എല്ലാ ക്വാണ്ടിറ്റിയിലുള്ള ഗുഡ്സും കൊടുക്കുകയാണ്. എത്ര ക്വാണ്ടിറ്റിയും 500 രൂപയ്ക്ക് എന്നൊരു രീതി ആവുകയാണ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻ ഹിയർ? The main thing is that this is the minimum sum that has to be paid in order to prevent the factor from transferring to other service. അതായത് ഈ 500 രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു മിനിമം പ്രൈസ് ആണ്. ദാറ്റ് ഷുഡ് ബി പെയ്ഡ് in order to prevent that particular factor from transferring to other factor. In this case, a small drop in the price paid to this factor. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഫാക്ടറിന് നമ്മളിപ്പോൾ 500 രൂപയാണ് കൊടുക്കുന്നത്, അതിൽ നിന്ന് ഒരു കുറച്ച് കുറവെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദ ഫാക്ടർ വുഡ് ഇൻഡ്യൂസ് ഓൾ യൂണിറ്റ്സ് ഓഫ് ദ ഫാക്ടർ ടു ഗോ സംവെയർ. അതായത് മറ്റ് സെക്ടേഴ്സിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഇവിടെയുണ്ട്. സോ ദ എൻറ്റയർ റിട്ടേൺ ഓഫ് ദ ഫാക്ടർ ഈസ് ട്രാൻസ്ഫർ കോസ്റ്റ് ആൻഡ് ദ സർപ്ലസ് ഇൻകം ഓർ ദ ഇക്കണോമിക് റെൻറ്റ് ഈസ് 0. സോ ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ ആ ഫാക്ടർ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റാണ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ വാട്ട് ഹാപ്പൻ ഇസ്, ഇവിടെ ട്രാൻസ്ഫർ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഉണ്ടാകും, പക്ഷേ ഇക്കണോമിക് റെൻറ്റ് അല്ലെങ്കിൽ ഇക്കണോമിക് സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആയിരിക്കും. So the third one is both transfer cost and economic rent. In most normal situation of downward sloping demand curve and upward sloping supply curve, the total factor income will have two components, the necessary income അതുപോലെ തന്നെ സർപ്ലസ് ഇൻകം ഉണ്ടായിരിക്കും. അതായത് ഡിമാൻഡ് സപ്ലൈ മീറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ വാട്ട് ഹാപ്പൻ ഈസ്, ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നെസസറി ഇൻകവും ഉണ്ടായിരിക്കും, സർപ്ലസ് ഇൻകവും ഉണ്ടായിരിക്കും. സച്ച് എ സിറ്റുവേഷൻ ഈസ് ഇൻ ദ പോസിറ്റീവ്ലി സ്ലോപ്ഡ് സപ്ലൈ കർവ് S3. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് S3 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ മാത്രമാണ്. ഈ S3 എന്ന് പറഞ്ഞിരിക്കുന്ന സപ്ലൈ കർവിലാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഹിയർ അറ്റ് എ പ്രൈസ് ഓഫ് ₹500, 3000 യൂണിറ്റ്സ് or the marginal unit is just receiving its transfer earnings, but the 2999th unit is earning a surplus income or the income well above the transfer cost. ഓക്കെ, അതായത് ഇവിടെ നോക്ക്, 500 രൂപയ്ക്ക് ഇവിടെ 3000 ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നത്. സോ ഈ 2999 അതൊരു ട്രാൻസ്ഫർ ഏർണിങ്സിനോടൊപ്പം ഒരു സർപ്ലസ് കൂടി ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു S3 സപ്ലൈ കർവിൻ്റെ പ്രത്യേകത. ഹിയർ ദ പാർട്ട് ഓഫ് ഇൻകം ഷോൺ ബൈ ദ ഏരിയസ് ബിലോ ദ സപ്ലൈ കർവ് OBEC ഈസ് ട്രാൻസ്ഫർ ഇൻകം ആൻഡ് ദ പാർട്ട് ഓഫ് ഇൻകം, അതായത് ദ ഏരിയ ബിലോ ദ സപ്ലൈ കർവ് OBEC, ഏരിയ ബിലോ ദ സപ്ലൈ കർവ് OBEC ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫർ ഏർണിങ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ BAE ഈസ് ഇക്കണോമിക് റെൻറ്റ്. സോ ഹിയർ ഈ S3 സപ്ലൈ കർവ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാര്യം, ഇത് എക്കണോമിക് റെൻറ്റും ഇത് ട്രാൻസ്ഫർ ഏർണിങ്സുമാണ് ഉണ്ടാവുന്നത് ഈ ഒരു കേസിൽ വരുമ്പോൾ. മറ്റ് രണ്ടെണ്ണത്തിൻ്റെ കേസിലും ആ ഒരു കാര്യം പോസിബിൾ അല്ല. സോ ഇവിടെ ട്രാൻസ്ഫർ ഏർണിങ്സും ഇക്കണോമിക് റെൻറ്റും S3 എന്ന് പറഞ്ഞിരിക്കുന്ന സപ്ലൈ കർവിനാണ് ഉണ്ടാവുന്നത്. Then once one can verify that the more inelastic the supply curve, the larger will be the economic rent. And this is more usual situation than the other two. അതായത് ഇതിലെ ഈ 3 കേസ് നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും മോസ്റ്റ് കോമൺലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സപ്ലൈ കർവ് ഇനെലാസ്റ്റിക് ആവുന്നതാണ്. അതായത് മോർ ഇനെലാസ്റ്റിക് ദ സപ്ലൈ കർവ്, എക്കണോമിക് റെൻറ്റ് വിൽ ബി മാക്സിമം. സോ അവിടെ ട്രാൻസ്ഫർ കോസ്റ്റ് ഉണ്ടാവില്ല. എക്കണോമിക് റെൻറ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ട്രാൻസ്ഫർ കോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ അവിടെ എന്തായിരിക്കും, സപ്ലൈ കംപ്ലീറ്റ്ലി എലാസ്റ്റിക് ആയിരിക്കും.
ഐ ഹോപ്പ് യു ആർ ക്ലിയർ. ഈ 3 കേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 കേസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ക്ലിയർ ആയിട്ട് ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇത് ഡിഗ്രി സ്റ്റുഡൻസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ ലെസൺ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കൈൻഡ്ലി കമൻറ്റ് സോ ദാറ്റ് ഐ can clarify your doubts in a great detail. Okay, thank you so much and God bless.